ടോപ്പ് ആൻഡ് ടേസ്റ്റിൻ്റെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ലൊരു മുട്ട റോസ്റ്റാണ്. വളരെ വ്യത്യസ്തമായ രുചിയിൽ നമ്മൾ മുട്ട റോസ്റ്റ് ചെയ്യാറുണ്ട്. എന്നാൽ വളരെ വേഗത്തിൽ സിമ്പിളായിട്ടുള്ള ഒരു മുട്ട റോസ്റ്റാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുകയും സപ്പോർട്ട് ചെയ്യുകയും വേണം. വളരെ സിമ്പിളായ ഈ മുട്ട റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കാനുള്ള ഓരോ ഐറ്റംസും ഞാൻ പരിചയപ്പെടുത്താം. ആദ്യം നമുക്ക് മുട്ട വേവിക്കാനായി വയ്ക്കാം. മുട്ട വേവിക്കുന്ന സമയത്ത് ഒരല്പം ഉപ്പ് ചേർത്ത് നമുക്കത് വേവിച്ചെടുക്കാം. ഇതിനായി 4 സവോള, 1 ടൊമാറ്റോ, ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം 2 ഏലക്ക, 3 ഗ്രാമ്പൂ, പട്ട, പെരിഞ്ചീരകം, തക്കോലം. പിന്നെയുള്ളത് കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. ഇത്രയുമാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. ഇനി സവോളയും ടൊമാറ്റോയും ഒക്കെ ഈ കാണിക്കുന്നത് പോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 4-5 സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം നേരത്തെ കാണിച്ചതായ മസാല കൂട്ടുകൾ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്തതായ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് ചുമക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഒരല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളിയും ഇഞ്ചിയും ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തതായ സവോള നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സവോള നന്നായി ഒന്ന് വഴണ്ടി കിട്ടാൻ 1/2 സ്പൂൺ ഉപ്പും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 10 മിനിറ്റ് ഇതേ രീതിയിൽ തന്നെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. സവോളയുടെ ഈർപ്പമൊക്കെ മാറി നല്ലതുപോലെ വഴണ്ട് സവോള ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കിതിനൊന്ന് വഴറ്റി കൊടുക്കണം. സവോള ഇപ്പോൾ നല്ലതുപോലെ വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായി ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്നതായ തക്കാളിപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിപ്പഴവും സവോളയും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം 1 മിനിറ്റ് വരെ ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് വഴറ്റിയതിന് ശേഷം അല്പനേരം നമുക്കിതിനെ ഒന്ന് അടച്ചു വയ്ക്കാം. ഈ തക്കാളി പഴത്തിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി നന്നായി വെന്ത് കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അല്പസമയത്തിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയുടെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി തക്കാളി നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ കാശ്മീരി മുളകും 1 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നമുക്ക് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ 1 സ്പൂൺ മസാലപ്പൊടി കൂടെ ചേർത്ത് ഇളക്കണം. ഇത് മൂന്നും കൂടെ ചേർത്ത് മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒന്ന് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഗ്രേവിയാക്കി എടുക്കാം. അതിന് ആവശ്യമായ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ഗ്രേവിയാക്കി എടുക്കണം. ഞാനിവിടെ ചൂടുവെള്ളമാണ്, 1 ഗ്ലാസ് അളവോളം ചൂടുവെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കണം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്തെടുക്കാം. ഇനി ഗ്രേവി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കതിലേക്ക് വേവിച്ച് വെച്ചതായ മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം. മുട്ടയെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് അതിലേക്ക് കുരുമുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 സ്പൂണോളം കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരല്പം മല്ലിയില കൂടെ ചേർക്കാം. മല്ലിയിലയും കറിവേപ്പിലയും നമുക്ക് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കിതിനൊന്ന് അടച്ച് വയ്ക്കാം. ഇനി ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ ഒരു മുട്ടക്കറി നമുക്ക് അപ്പം, ഇടിയപ്പം, അതുപോലെ തന്നെ ദോശ, ചപ്പാത്തി ഇതിനോടൊക്കെ ചേർത്ത് കഴിക്കാവുന്ന നല്ലൊരു മുട്ടക്കറിയാണിത്. തീർച്ചയായും നിങ്ങൾ ഇതേ രീതിയിൽ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ഒരു മുട്ടക്കറി വളരെ ടേസ്റ്റിയാണ്. വളരെ വേഗത്തിൽ നമുക്ക് തയ്യാറാക്കാം. തീർച്ചയായും ഇത് ചെയ്ത് നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. മാത്രമല്ല ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.